ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശിൽ 2 ലക്ഷം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് ഇന്ന് ഒഡീഷയിൽ തുടക്കമാകും. ISROയുടെ പുതിയ ചെയർമാനായി വലിയമല LPSC ഡയറക്ടർ വി നാരായണനെ കേന്ദ്രം നിയമിച്ചു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ചർച്ച ചെയ്യാൻ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. തൃശൂർ 1ാം സ്ഥാനത്ത്, പാലക്കാടും കണ്ണൂരും 2ാമത്. ഷോട്ട്പുട്ട് താരം ബഹദർ സിംഗിനെ ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിൽ 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. വിശാഖപട്ടണത്തിൽ 1,85,000 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അത്യാധുനിക ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിലുള്ള ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായിരിക്കും ഇത്. വൈകിട്ട് ആന്ധ്ര യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്ത് നടക്കുന്ന പൊതുയോഗത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് ഇന്ന് ഒഡീഷയിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രവാസി ഭാരതീയ സമ്മാൻ വിതരണം ചെയ്യും. 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി ഇന്ത്യൻ പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് ആയി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ പുതിയ ചെയർമാനും ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയുമായി വി നാരായണനെ കേന്ദ്രം നിയമിച്ചു. ഈ മാസം 14-ന് അദ്ദേഹം ചുമതലയേൽക്കും. നിലവിലെ ISRO ചെയർമാൻ S സോമനാഥിന്റെ കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയമനം. ISROയുടെ കേരളത്തിലെ വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ് ശ്രീ വി നാരായണൻ. റോക്കറ്റ്, ബഹിരാകാശ പേടകങ്ങൾ എന്നിവയിൽ വിദഗ്ധനായ അദ്ദേഹം 1984-ലാണ് ISROയിൽ ചേരുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 ബില്ലുകൾ ചർച്ച ചെയ്യാൻ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. 39 അംഗ സമിതിയിൽ ലോക്സഭയിൽ നിന്ന് 27 പേരും രാജ്യസഭയിൽ നിന്ന് 12 അംഗങ്ങളുമാണ് ഉള്ളത്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാനത്തിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. രാജ്ഘട്ട് പരിസരത്തുള്ള രാഷ്ട്രീയ സ്മൃതി സമുച്ചയത്തിനുള്ളിലാണ് ഇതിനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. തീരുമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി നന്ദി അറിയിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. അവസാന ദിനമായ ഇന്ന് 10 മത്സരങ്ങളാണ് ശേഷിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയും മുഖ്യ അതിഥികളാകും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജില്ലകൾ തമ്മിൽ നടക്കുന്നത്. 4ാം ദിനമായ ഇന്നലെ 239 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 965 പോയിന്റുമായി തൃശൂരാണ് മുന്നിൽ. 961 പോയിന്റ് വീതം നേടി പാലക്കാടും കണ്ണൂരുമാണ് 2ാമത്. 959 പോയിന്റ് നേടി കോഴിക്കോടാണ് 3ാം സ്ഥാനത്ത് തുടരുന്നത്. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് മന്ത്രി വി ശിവൻകുട്ടി സമ്മാനിക്കും. ചൂരൽമലയിലെ വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക സമ്മാനം നൽകും. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന് തിരുവനന്തപുരത്ത് ഇന്നലെ തുടക്കമായി. നിയമസഭാ മന്ദിരത്തിൽ ഈ മാസം 13 വരെ നടക്കുന്ന മേളയിൽ 150-ലധികം ദേശീയ, അന്തർദേശീയ പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട്. പ്രശസ്ത എഴുത്തുകാരും വിവിധ രംഗങ്ങളിലെ വിദഗ്ധരും പങ്കെടുക്കുന്ന ചർച്ചകൾ, സംവാദങ്ങൾ തുടങ്ങിയവ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടക്കും. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്ര ഈ മാസം 12-ന് ഉച്ചയ്ക്ക് പന്തളത്ത് നിന്ന് പുറപ്പെടും. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇന്നു മുതൽ ഈ മാസം 15 വരെ സ്പോട്ട് ബുക്കിംഗുകളുടെ എണ്ണം പ്രതിദിനം 5000-ആയി നിജപ്പെടുത്തി. 14-നാണ് മകരവിളക്ക്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പൌരകേന്ദ്രീകൃത ഭരണത്തിനായുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഉറപ്പാക്കുന്നതാണ് 2025 വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ കരട് ചട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വകാര്യ വിവരങ്ങളുടെ ദുരുപയോഗം തടയുന്നതും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. MyGov പ്ലാറ്റ്ഫോം വഴി അടുത്ത മാസം 18 വരെ പൊതുജനങ്ങൾക്ക് കരട് നിയമങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഡൽഹിയിൽ ഫെബ്രുവരി 5 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും. 70 അംഗ നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 8 നടക്കും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 6.4% സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തിറക്കിയ നടപ്പ് വർഷത്തെ GDP വളർച്ചാ നിരക്ക് സംബന്ധിച്ച ആദ്യ അനുമാന കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നേപ്പാൾ ടിബറ്റൻ അതിർത്തിയിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 126 188 പേർക്ക് പരിക്കേറ്റു. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമാണ് ഇന്നലെ രാവിലെ നേപ്പാളിൽ ഉണ്ടായത്. ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റായി ഷോട്ട്പുട്ട് താരവും ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനുമായ ബഹദൂർ സിംഗിനെ തിരഞ്ഞെടുത്തു. ചണ്ഡീഗഡിൽ നടക്കുന്ന ഫെഡറേഷന്റെ വാർഷിക സമ്മേളനത്തിലാണ് തീരുമാനം. 2012 മുതൽ AFI പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ആദിൽ സുമാരിവാല സ്ഥാനമൊഴിയുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. രാജ്യത്തെ കായിക രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള സമ്പൂർണ്ണ ഇടപെടലുകൾ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ദേശീയ കായിക ഫെഡറേഷൻ, സംസ്ഥാന സർക്കാരുകൾ എന്നിവയുടെ സംയുക്ത പങ്കാളിത്തത്തോടെയാവും പദ്ധതികൾ നടപ്പിലാക്കുകയെന്ന് ഇന്നലെ നടന്ന 152ാമത് മിഷൻ ഒളിമ്പിക് സെൽ യോഗത്തിൽ അദ്ദേഹം അറിയിച്ചു. 2028 ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ ആരംഭിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. आने वाले दिनों में टैलेंट को आइडेंटिफाई करके उसका नर्चर कैसे करना और नर्चर करके टॉप के तहत उसको नेशनल और इंटरनेशनल प्लेटफॉर्म पर एक्सपोजर देके ओलंपिक्स और इंटरनेशनल चैंपियनशिप में हमारे एथलीट सफल रहे, इस विषय पर डिटेल डिस्कशन हुआ. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം തായ്ലൻഡ് ജോഡിയെ പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് ചൈനീസ് സഖ്യവുമായി ഇന്ത്യൻ താരങ്ങൾ ഏറ്റുമുട്ടും. ഇന്ത്യയുടെ മാളവിക ബൻസോദ്, ആകർഷി കശ്യപ്, അനുപമ ഉപാധ്യായ എന്നിവരും ഇന്ന് കളത്തിലിറങ്ങും. പരീക്ഷാ സമ്മർദ്ദത്തെ കലയിലൂടെ മറികടക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കാൻ ന്യൂഡൽഹിയിൽ നടന്ന എക്സാം വാരിയേഴ്സ് ആർട്ട് ഫെസ്റ്റിവലിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 30 സ്കൂളുകളിൽ നിന്നും 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ ശിക്ഷ അധിഷ്ഠിതമല്ലെന്നും വേഗത്തിലുള്ള നീതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉത്തർപ്രദേശിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി ന്യൂഡൽഹിയിൽ നടത്തിയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള UK-യിലെത്തി. ലണ്ടനിലെ BR അംബേദ്കർ മ്യൂസിയം സന്ദർശിച്ച ശ്രീ ബിർള അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. UK-യിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. സ്കോട്ട്ലൻഡ് സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം സ്കോട്ടിഷ് പാർലമെന്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. ഫാം ടു ഫോർക്ക് വ്യാവസായിക പ്രദർശനം ഇൻഡസ് ഫുഡ് 2025 8ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ഉദ്ഘാടനം ചെയ്യും. 30 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. 7500ഓളം അന്താരാഷ്ട്ര വ്യാപാരികളും 15000 ഇന്ത്യൻ വ്യാപാരികളും മേളയുടെ ഭാഗമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ആന്ധ്രാപ്രദേശിൽ 2 ലക്ഷം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് ഇന്ന് ഒഡീഷയിൽ തുടക്കമാകും. ISROയുടെ പുതിയ ചെയർമാനായി വലിയമല LPSC ഡയറക്ടർ V. നാരായണനെ കേന്ദ്രം നിയമിച്ചു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ചർച്ച ചെയ്യാൻ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. തൃശൂർ 1ാം സ്ഥാനത്ത്, പാലക്കാടും കണ്ണൂരും 2ാമത്. ഷോട്ട്പുട്ട് താരം ബഹദൂർ സിംഗിനെ ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.